ഹായ് ഫ്രണ്ട്സ്. അപ്പം ഞങ്ങൾ ഇന്ന് രാവിലെ വാസ്കോഡ് ഗാമ മാള് കാണാൻ വേണ്ടി എല്ലാവരും കൂടി വന്നേക്കാണ്. കാര്യം ഞാൻ ഒരു തവണ വന്നിട്ടുണ്ടെങ്കിലും അത്ര ഇതായിട്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്നെന്നാ വന്ന് നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണാമെന്നൊക്കെ വിചാരിച്ച് ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വാസ്കോഡ് ഗാമ മാള്. ഞാനിപ്പോൾ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അകത്ത് കയറി ഞാൻ അങ്ങോട്ട് വന്ന് എടുത്ത് തുടങ്ങിയപ്പോൾ എല്ലാവരും കൂടെ പറഞ്ഞു വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം അവിടെ നിൽക്കുന്ന ആൾക്കാർ സമ്മതിക്കില്ല, നമ്മൾ അതിനകത്തെ വീഡിയോസൊക്കെ എടുക്കാൻ സമ്മതിക്കില്ല എന്ന്. പിന്നെ ഞങ്ങൾ കുറച്ചിങ്ങനെയുള്ള വ്യൂ ഒക്കെ എടുത്തതിന് ശേഷം പർച്ചേസിങ്ങിനൊക്കെ ആയിട്ട് പോയി. ശരിക്കും അവർ നമ്മളങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ അങ്ങനെ സമ്മതിക്കുന്നില്ല. ഞങ്ങൾ ഷോപ്പിംഗ് ചെയ്യുന്ന വീഡിയോ ഒന്നും അതുകൊണ്ട് എടുക്കാൻ സാധിച്ചില്ല. പിന്നെ മെല്ലെ വിശപ്പൊക്കെ വന്ന് തുടങ്ങിയപ്പം നേരെ മുകളിൽ പോയി കഴിക്കാനുള്ളതൊക്കെ തപ്പി ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. ഞങ്ങളിങ്ങനെ നോക്കി വായി നോക്കിയാണ് ഈ നടക്കുന്നത്. ശരിക്കും ഞങ്ങളിതൊന്നും അല്ല കഴിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന സാധനം ഞങ്ങൾ നേരത്തെ കണ്ടേക്കുന്നത് കൊണ്ട് നേരെ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മളവിടെ എത്തിയിരിക്കുകയാണ്. KFCയിലാണ് ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നത്. KFCയിൽ നിന്ന് ഫുഡ് കഴിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് ചെന്നു ഫുഡ് കഴിക്കാനായിട്ട്. ഇവരൊക്കെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിൽക്കാൻ തീരെ ക്ഷമയില്ലാത്തത് കൊണ്ട് ഞങ്ങൾ 3 പേരും കൂടി ഇവിടെ വന്നിരിക്കുകയാണ്. ഇരുന്ന് കുറേ റീലൊക്കെ എടുത്ത് കുറേ ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ക്ഷമയില്ല തീരെ. ഞങ്ങൾ ഓർഡർ ചെയ്തത് ബക്കറ്റ് ചിക്കനും പിസ്സയാണ്. രണ്ട് സ്ഥലത്തു നിന്നായിരുന്നു ഓർഡർ ചെയ്തത്. അത് കിട്ടിയതേ എല്ലാവരും കൂടി പെട്ടെന്ന് തന്നെ തീർത്ത് കേട്ടോ സംഭവം. കഴിച്ചെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ട വ്യൂ ആണ് കേട്ടോ ഇത്. പതാകകളൊക്കെ ഇങ്ങനെ പാറി പറന്നിരിക്കുന്ന ഒരു വ്യൂ ആണ്. മുകളിൽ വെച്ച് ഒരു അടിപൊളി സംഭവം കണ്ടു കേട്ടോ. അങ്ങോട്ടാണ് ഈ പോകുന്നത്. ദൂരെ കണ്ടില്ലേ, അതാണ് ഞങ്ങളുടെ അടുത്ത പോകാനുള്ള സ്ഥലം. അത് അവിടെ നിന്നപ്പോൾ മുതൽ എല്ലാവർക്കും ഭയങ്കര ആഗ്രഹം ഒത്തിരി കയറണോ എന്നുള്ളത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ മെല്ലെ അങ്ങോട്ട് നടക്കുകയാണ്. അപ്പോൾ നമ്മളെ പതാകയുടെ ചോട്ടിക്കൂടാണ് നടക്കുന്നത്. ഞങ്ങളിങ്ങനെ നമ്മുടെ ഇന്ത്യയുടെ പതാക ഉണ്ടോ എന്ന് തപ്പിയാണ് നടക്കുന്നത്. ഞങ്ങൾ കുറേ ദൂരം നടന്നു കേട്ടോ. ലാസ്റ്റ് ഞങ്ങളത് കണ്ടുപിടിച്ചു. പതാക, നമ്മുടെ ഇന്ത്യൻ പതാക കണ്ടുപിടിച്ച് ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു സന്തോഷം. പെട്ടെന്ന് ഇന്ത്യയിലെത്തിയത് പോലത്തെ ഒരു ഫീലിംഗ് ഒക്കെ തോന്നി കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ ഇന്ത്യൻ പതാകയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. അവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞപ്പോൾ ഒരു വല്ലാത്ത സന്തോഷം കേട്ടോ. അതിൻ്റെ എന്താ ഒരു ഫീല് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, ഒരു സന്തോഷം. പിന്നെ ഞങ്ങളങ്ങോട്ട് ഞങ്ങളുടെ കുറച്ച് കലാപരിപാടികളൊക്കെ അങ്ങോട്ട് അവതരിപ്പിച്ചു. ഇപ്പം എവിടെ ചെന്നാലും ഇപ്പം ഇതാണ് കേട്ടോ പരിപാടി.
ഇതാണ് കേട്ടോ ഞങ്ങൾ അവിടെ നിന്നേ കയറാൻ ഉദ്ദേശിച്ച് വന്ന സംഭവം. വന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് കാരണം വീഡിയോ എടുത്ത് തിരിഞ്ഞു പോയി. അതൊന്നും സത്യം പറഞ്ഞാൽ അറിയുന്നില്ല. പിന്നെ ഞങ്ങൾ അവിടെ വന്നു, ടിക്കറ്റ് മേടിച്ചു. ഒരാൾക്ക് 10 യൂറോ വെച്ചാണ്. ഞങ്ങൾ 4 പേരും കൂടെ മൊത്തത്തിൽ കയറി. സംഭവം സൂപ്പറായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കയറി ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരു പുള്ളിക്കാർ വന്നിട്ട് ഫോട്ടോ എടുക്കണമെന്ന് ചോദിച്ചു. ഞങ്ങൾ ചോദിച്ചു ഫ്രീ ആയിട്ടാണോ എന്ന്. അപ്പോൾ കാശ് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ആ ഉദ്യമം അങ്ങ് വേണ്ടാന്ന് വെച്ചു. ഞങ്ങൾ ഞങ്ങളുടെ ഇരിക്കുന്ന ഫോണിൽ എടുത്തോളാം എന്ന് പറഞ്ഞു. പിന്നെ കുറേ പട്ടിഷയാണ് കേട്ടോ. ഞങ്ങൾ വീട്ടുകാരെ വിളിക്കുന്നു, കാണിക്കുന്നു. പിന്നെ കുറേ റീൽസൊക്കെ എടുത്ത് അതിനകത്തിരുന്ന് കുറേ റീലൊക്കെ എടുത്ത് അങ്ങനെ. പക്ഷേ അടിപൊളി ഒരു എന്താ പറയുക, ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ലൈഫിൽ ഇതുപോലെയൊക്കെ ഉള്ളതൊക്കെ വരുമ്പം ശരിക്കും എൻജോയ് ചെയ്യണമെന്ന് അറിയില്ലേ. ശരിക്കും ഞങ്ങൾ എൻജോയ് ചെയ്ത ഒരു സമയമായിരുന്നത്.